സമയം രാത്രി 10 മണിയായിട്ടുണ്ട്. കുറേ നാളായാലും ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട്. അപ്പം ഞാൻ കരുതി ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പം നമ്മളിന്ന് രാത്രി മുതൽ നമ്മളൊന്ന് തുടങ്ങുകയാണ് കേട്ടോ. നാളെ നമുക്ക് സർപ്രൈസായിട്ട് അത് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ നമുക്കൊരു അവധി കിട്ടിയതുകൊണ്ട് നാളത്തെ ഡേ ഇൻ മൈ ലൈഫും കൂടെ എടുക്കാമെന്ന് കരുതി. അപ്പം എന്താ ഇന്ന് രാത്രി മുതൽ നമ്മൾ തുടങ്ങുകയാണേ. വീട്ടിലൊക്കെ പോയി പിള്ളേരെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് രണ്ടും ഉറക്കമായിട്ടുണ്ട്. അപ്പം അവരെ കിടത്തി ഉറക്കി. ഇനി എനിക്ക് ഇവിടെ കുറേ പണിയുണ്ട്. രാവിലെ എല്ലാം ഇട്ടിട്ട് പോയതാണ്. അപ്പം അതുപോലെ എല്ലാം കിടപ്പുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ കിടക്കും. അപ്പോൾ പണിയൊക്കെ തീർക്കട്ടെ, നമുക്ക് രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. തലേന്ന് അലാറമൊന്നും വയ്ക്കാതെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കിടന്നതാണ്. ഒരു 8-8:30 വരെയൊക്കെ ഉറങ്ങണമെന്നാണ് കരുതിയത് കേട്ടോ. പക്ഷേ എൻ്റെ ഈ ഒരു അലാറം കൃത്യം 6:30 തന്നെ അടിച്ചതുകൊണ്ട് നമുക്ക് കഴിക്കേണ്ടി വന്നേ. അതിന് സാർ അപ്പോഴും ഉറക്കാണ്. അങ്ങനെ അവളെ മുക്കിയെടുത്തിട്ടാണ് ഞാൻ രാവിലെ അടുക്കളയിൽ വന്നത്. വന്നപാടെ നേരെ ബാക്കിലത്തെ ഡോറാണ് തുറന്നത്. അവിടെ ചെന്ന് കുറേ നേരം മഞ്ഞും മഴയൊക്കെ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര സുഖമാണ്. തിരിച്ച് ഞങ്ങൾ വന്നിട്ട് നേരെ ചായ ഇടാനുള്ള പുറപ്പാടിലാണ്. രാവിലെ അടുക്കളയിൽ വന്നപ്പോഴത്തേക്കും പതിവില്ലാതെ ക്യാമറ കണ്ടതിൻ്റെ ചിരിയാണ് അവളുടെ മുഖത്ത്. പിന്നെ അവളെ കുറച്ച് നേരം കളിപ്പിച്ചതിന് ശേഷം ഞാൻ പെട്ടെന്ന് ചായ ഇടാമെന്ന് കരുതി. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ കളികളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ. ഈ ഒരു സൈഡിൽ ഇരുത്തി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഉരുളക്കിഴങ്ങും എല്ലാം എടുത്ത് താഴെയിടും, പിന്നെ അതിനടുത്ത് മുകളിൽ വയ്ക്കും. ഇതാണ് അവളുടെ കുറേ നേരത്തെ പരിപാടിയെ. ഇന്ന് താമസിച്ച് കഴിച്ചതുകൊണ്ട് തന്നെ കുറച്ച് സമയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വെപ്രാളപ്പെട്ട് പോകണ്ടല്ലോ. അപ്പോഴത്തേക്കും ഏട്ടൻ കഴിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഏട്ടൻ്റെ അവളെയും കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് ചായ ഇടാമെന്ന് കരുതി. രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ നമുക്ക് ആ ഒരു കിറുക്കമുണ്ടേ. ചായ എത്ര ഒഴിവാക്കണമെന്ന് വിചാരിച്ചാലും ഒരു രക്ഷയില്ല, അത് മാത്രം നടക്കാറില്ല. അങ്ങനെ ചായയൊക്കെ ഏകദേശം റെഡിയായി വരുമ്പോഴത്തേക്കും അവൾക്കുള്ള ഫുഡും കൂടെ ഞാൻ ആ സൈഡിൽ കൂടെ റെഡിയാക്കുന്നുണ്ടായിരുന്നേ. ഈ സമയത്താണ് നമ്മുടെ പൈപ്പിൽ വെള്ളം വന്നത്. നമ്മുടെ പൈപ്പിൻ്റെ കണക്ഷൻ 2 ഉണ്ട്. അപ്പോൾ ആ കണക്ഷൻ ഉള്ള പൈപ്പിൽ പെട്ടെന്ന് വെള്ളം വന്നത് കാരണം ഞങ്ങൾ കുറച്ച് തുണിയും നനയ്ക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലെ ബാക്കിയുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോവാണേ. രാവിലെ കഴിച്ച ഉടനെ ഞാനൊരു മുട്ട കൊടുക്കുന്ന പതിവുണ്ട്. അപ്പം അവർക്ക് ഇഷ്ടമാണ്. അങ്ങനെ പെട്ടെന്ന് അപ്പോൾ അത് കൊടുക്കാമെന്ന് കരുതി. അപ്പം വിശപ്പിന് ചെറിയൊരു ശമനം കിട്ടും. ഇന്ന് പോകണ്ടാത്തത് കൊണ്ട് ഞാൻ വളരെ പതുക്കെ കഴിക്കാന്നൊക്കെ കരുതി അലാറം ഒന്നും വയ്ക്കാതെ അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് ഇന്നലെ രാത്രി കിടന്നത്. പക്ഷേ കൃത്യം എൻ്റെ അലാറം അടിച്ചത് 6:30 കഴിച്ചു. എൻ്റെ അലാറം ഐശുവാണേ. എല്ലാ ദിവസവും 6:30 എഴിച്ച് ഇപ്പോൾ അവൾ സ്ഥിരം 6:30 കഴിക്കുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, അലാറം ഒന്നും വേണ്ട, അവൾക്ക് കൃത്യമായിട്ട് അവൾ 6:30 ആകുമ്പോൾ കഴിച്ചോളും. ഒരു പരിധി വരെ ഞാൻ 7 മണി വരെയൊക്കെ പിടിച്ച് കിടത്തി നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. പിന്നെ കിടക്കുന്നുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഹോളിഡേ ഞങ്ങൾക്ക് വർക്കിംഗ് ഡേ പോലെയാണ്. അതുകൊണ്ട് പിന്നെ ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ഇനി പതുക്കി ചെയ്യണുള്ളൂ. വെപ്രാളപ്പെടാൻ വയ്യ. എല്ലാ ദിവസവും വെപ്രാളപ്പെട്ട് സ്പീഡ് ചെയ്ത് വയ്യ. ഒരു ദിവസം ഒന്ന് ലാഗ് അടിക്കാമെന്ന് കരുതി. അപ്പോൾ ഐശ്വനുള്ള മുട്ട ഉണ്ടാക്കുകയാണ്. ഇതൊരു ഹാഫ് ബുൾസൈ ഹാഫ് ഓംലെറ്റ് മാതിരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം പല്ലൊക്കെ വന്നു തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പം അതിൻ്റേതായ അതിൽ ആ ഒരു സ്മൂത്ത്നെസ്സിൽ കഴിക്കാൻ അവർക്ക് ഇഷ്ടമാണ്. ചട്ടി കൂടിപ്പോയി അവർക്ക് കഴിക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ 1 സൈഡ് ഓംലെറ്റ് എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ ആൾ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും, ഇറങ്ങിപ്പോഴും. സാധാരണ അവളെ കൈ വെച്ചാണ് ഞാൻ ഇത് ചെയ്യാറ്. ഏട്ടൻ്റെ കയ്യിൽ കുറച്ച് നേരം പോയി ആ സമയം പെട്ടെന്ന് ഒരു സൈഡൊന്ന് കുക്കായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇത് ഓഫ് ചെയ്ത് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല രാവിലെ ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ഐശുവിന് ഫുഡൊക്കെ കൊടുക്കാറ്. ഇതാകുമ്പോൾ നമുക്ക് അപ്പുറത്തെ വീട്ടിലെ കോഴിയെയും താറാവിനെയൊക്കെ കാണുകയും ചെയ്യാം, വഴി കൂടി പോകുന്നവർ വണ്ടികളെയും കാണുകയും ചെയ്യാം. അതാകുമ്പോൾ അവൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചെടുത്തോളും. എനിക്കും എളുപ്പമാണേ. അങ്ങനെ ഐശുവിൻ്റെ സ്റ്റാർട്ടറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. കാരണം സമയം 8 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ. എന്താണെന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഇന്നലെ മാവ് ആട്ടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മാവ് വാങ്ങിച്ചിട്ടാണ് വന്നത്. എനിക്ക് ഒന്നാമത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മാവ് എനിക്ക് അത്ര അങ്ങോട്ട് സെറ്റ് ആവില്ല. തൽക്കാലം നമുക്കിന്ന് ആ മാവ് വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത്. ഒരു സാമ്പാറും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചത്തേക്കും കൂടെ എടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഇഡ്ഡലി സാമ്പാറൊക്കെ വെച്ചിട്ട് ഓടി വരാം. ഇന്നലെ രാത്രി കിടന്നപ്പം ഞാൻ കരുതി, കിടക്കാൻ നേരത്ത് നമ്മൾ ആലോചിക്കുമല്ലോ നാളത്തേക്ക് എന്താ വേണ്ടതെന്നൊക്കെ ഉള്ളത്.
അങ്ങനെ ഞാൻ വിചാരിച്ചു ഇടിയപ്പവും മുട്ടക്കറി വെക്കാന്നാണ് കരുതിയത്. കുറച്ച് ദിവസം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് പോകണ്ടല്ലോ, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി മുട്ടക്കറിയൊക്കെ വെച്ച് ലാവിഷായിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ രാവിലെ കഴിച്ചപ്പം എൻ്റെ മൂടങ്ങ് കുളമായി. എനിക്ക് നേരെ ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമായിരുന്നു. അത് കാരണം ഞാൻ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് ഇഡലി ഉണ്ടാക്കാമെന്ന് കരുതി. ഇതാകുമ്പോഴത്തേക്കും നമുക്കൊരു ചമ്മന്തിയും വയ്ക്കാം, ഒരു സാമ്പാറും വയ്ക്കാം, അങ്ങനെ ഇന്ന് ലാവിഷാക്കി കഴിക്കാമെന്ന് കരുതി. സാധാരണ ഇടിയപ്പം ഉണ്ടാക്കാൻ എളുപ്പമാണ് ഇവിടെ. കാരണം എൻ്റെ വീട്ടിലേക്കാണെങ്കിൽ മറ്റേ ഇങ്ങനെ പ്രസ് ചെയ്ത് പിഴിയുന്ന ആ ഒരു സാധനമാണ്. ഇവിടെ പക്ഷേ മറ്റേ ഇങ്ങനെ കറക്കി എടുക്കുന്നത് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വരും. അതുകൊണ്ട് ഉണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷേ അതൊരു മടി, എല്ലാ ദിവസവും പോലെ ഇരിക്കില്ലല്ലോ. അച്ഛനും മോളും കറക്കമൊക്കെ കഴിഞ്ഞെത്തി, പക്ഷെ എൻ്റെ പണിയൊന്നും ആയിട്ടുമില്ല. ഇനി അടുത്ത് ഇവള് എന്നെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത കരയാൻ തുടങ്ങും. അപ്പം പിന്നെ എൻ്റെ പണികളെല്ലാം ഹുദാഹവ. ഞാൻ പരിപ്പ് വേവിക്കാൻ വെച്ചേക്കുവാണേ. അപ്പോൾ അതൊന്നും സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. നമുക്കൊരു ക്യാരറ്റും പൊട്ടറ്റോയും ഉള്ളിയൊക്കെ വെച്ചിട്ട് ഇന്നത്തെ നമ്മുടെ സാമ്പാർ. അപ്പോൾ ഇഡലി ഏകദേശം ഇപ്പം ആവും. ഇഡലി ആവാൻ വലിയ സമയമൊന്നുമില്ല. അപ്പോഴേ പിന്നെ ഇവിടുത്തെ അയിനു സാറിന് ഇഡലി അങ്ങോട്ട് ഇറങ്ങത്തില്ല. അപ്പം അയിനു സാറിനായിട്ട് ദോശ ഉണ്ടാക്കാം എന്ന് കരുതി. പിന്നെ ഐശ്വന് ഇഷ്ടമാണ്. ഐശ്വന് അങ്ങനെ ഇപ്പോൾ ഇഷ്ടക്കേടൊന്നും പറഞ്ഞു തുടങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ട് രാവിലെ പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നേ. ഈശ്വര, എൻ്റെ തുണികൾ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുമായിരുന്നു. പക്ഷെ എന്തോ പെട്ടെന്ന് അത് തന്നെ മഴ തോർന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തിന് അച്ഛൻ്റെയും മക്കളുടെയും പരിപാടി ഇതാണ് കേട്ടോ. പിന്നെ എത്ര കഴിക്കാൻ വിളിച്ചാലും എൻ്റെ മൂന്നും വരത്തില്ല. അവസാനം ഒരുവിധം ഐശ്വനെ പൊക്കിയെടുത്ത് എങ്ങനെയൊക്കെയോ ഫുഡൊക്കെ കൊടുത്തേ. നമ്മുടെ രാവിലത്തെ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയിനും ഫുഡ് കൊടുത്തു, ഏട്ടനും കഴിച്ചു. ഏറ്റവും ലാസ്റ്റാണ് ഞാൻ കഴിക്കായിരുന്നത്. അപ്പോഴേക്കും അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഐശ്വനെ പെട്ടെന്ന് കുളിപ്പിച്ച് തരാമെന്നും പറഞ്ഞ് അമ്മ എവിടെയോ പോയപ്പോൾ ഓടിക്കയറി വന്നതാണേ. അങ്ങനെ പിന്നെ ഐശ്വനെ കുളിപ്പിക്കലായി. പിന്നെ ഞാൻ അവർക്ക് ആഹാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി എൻ്റെ അമ്മ വന്നു, അച്ഛനും അമ്മയും കൂടെ വന്നിരുന്നു. പിന്നെ വാവയെ കുളിപ്പിച്ച് ഇപ്പം പാലും കൊടുത്ത് വാവ അങ്ങ് ഉറങ്ങി. ഇനി എൻ്റെ പരിപാടി ചോറ് വയ്ക്കലാണ്. ഉച്ചയ്ക്ക് നമുക്കേ ഇപ്പം അമ്മ വന്നപ്പോഴാണ് പറഞ്ഞത് എന്താ നമ്മുടെ അയ്യപ്പം കഞ്ഞിയില്ലേ അത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പോയേ. അപ്പോൾ അവിടുത്തെ എവിടെയോ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ഏട്ടനുള്ളതായി. അയ്യോ അതൊന്നും കഴിക്കില്ല. അയച്ചു കുഴപ്പമില്ല, അവൾക്ക് എന്ത് കൊടുത്താലും പറയില്ലല്ലോ, വേണ്ടെന്ന് പറയാറായിട്ടില്ല. അതുകൊണ്ട് അവൾക്കും കൂടെ അത് കൊടുക്കാൻ ഞാൻ ഇങ്ങനെ കരുതുന്നു. പിന്നെ എന്തായാലും ചോറ് വയ്ക്കണം, കാരണം അതിനൊരു ഉച്ചയ്ക്ക് ചോറ് വേണം. അതിന് തനിയെ കഴിക്കില്ല, എടുത്തു കൊടുക്കാം. പക്ഷേ അവന് ചോറ് വേണം, മസ്റ്റാണ് സാറിന്. അപ്പോൾ പിന്നെ ചോറിനുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ. പ്രത്യേകിച്ച് ഇങ്ങനെ നോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളെല്ലാം ഫുൾ വെജീസിലാണ് ഇന്ന് ചെയ്യാൻ കരുതിയത്. സാധാരണ രാവിലെ എല്ലാം ഇട്ടിട്ട് ഒറ്റ ഓട്ടമാണ് ഇവിടെ നിന്ന്. പിന്നെ എല്ലാം വൈകുന്നേരം വന്നിട്ട് രാത്രി എല്ലാം ചെയ്ത് ഇന്നിപ്പം ഒരുപാട് സമയമുണ്ട്. അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്. രാവിലെ നല്ല മഴയുണ്ട്. ഞാൻ കരുതി ഇനിയൊന്നും ഫുള്ള് മഴയൊക്കെ ആയിരിക്കും എന്നാണ് കരുതിയത്. ഭാഗ്യത്തിന് ഇപ്പം ഇപ്പം വെയിൽ വന്നിട്ടുണ്ട്. നമുക്കിവിടെ 2 പൈപ്പ് ലൈനിൻ്റെ കണക്ഷൻ ഉണ്ട്. ഒന്ന് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ പൈപ്പ് ലൈനിൻ്റെ കണക്ഷൻ, വേറെ ഒരെണ്ണം വെച്ചേക്കുന്നത് നമ്മളെ ടാങ്കിൽ നിന്നുള്ള കണക്ഷനാണ്. അപ്പം പൈപ്പ് ലൈനിൻ്റെ കണക്ഷനിലാണ് നമ്മളെ വാഷിംഗ് മെഷീൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. രാവിലത്തെ വെയിൽ കണ്ടപ്പോഴത്തേക്കും ഞാൻ തുണിയെല്ലാം എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ടു. പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ കരുതി ഇന്ന് എല്ലാ തുണിയും നനച്ച് ക്ലീനാക്കണമെന്ന് കരുതിയതാണ്. പക്ഷേ എൻ്റെ നിർഭാഗ്യം എന്ന് പറയട്ടെ, വെള്ളം അപ്പോഴേ തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറേ അതുണ്ടായിരുന്നു. പൈപ്പ് ലൈനിലെ കണക്ഷനിൽ അങ്ങനെ എപ്പോഴും വെള്ളം വരാറില്ല. വരണ സമയം ലോട്ടറി ആണെന്ന് കരുതി അപ്പോഴന്നെ ഞാൻ കുറേ നനച്ച് വയ്ക്കും. പിന്നെ നമുക്ക് പതുക്കെ വിരിക്കാമല്ലോ, വിരിച്ചുണക്കിയെടുക്കാം. എന്തായാലും ഇന്ന് നല്ല വെയിലുണ്ട്. അപ്പം ഞാനിപ്പം അരിയും കൂടെ ഇട്ടതിന് ശേഷം പോയി കുറേ തുണിയും കൂടെ നനച്ചിടാന്ന് കരുതി. ഐശ്വ എണീക്കുന്നതിന് മുമ്പ് എനിക്ക് പരിപാടിയൊക്കെ തീർക്കണം. കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഏഴനൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് പോകും. ഈ പാത്രമൊക്കെ ഒന്ന് കഴുകിക്കാം. ഞാൻ വാവ ഉറങ്ങുന്ന സമയത്തിന് പാത്രം എല്ലാം കഴുകി തരാമെന്ന് പറഞ്ഞിരുന്ന ഒരാൾ ഇത് അപ്പുറത്ത് മുറി കയറി ഫോൺ നോക്കി കിടന്നുറങ്ങുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? പിന്നെ എല്ലാം ചെയ്തു തരുന്നില്ല. ഏട്ടനുള്ളത് ഭയങ്കര ഹെൽപ്പാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ പെട്ടെന്ന് നമ്മുടെ ചോറും പിള്ളേർക്കുള്ള കറികളും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. അതിന് തൈരും ഒരു മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ അവന് കുശാല. പിന്നെ ഞാൻ ചെറുതായിട്ടൊരു മുട്ടത്തോരനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഐശുവിനും ഇതൊക്കെ തന്നെയാണ് ഞാൻ കൊടുക്കാറ്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ഫുഡും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കഞ്ഞി എത്തിയേ.
ഏട്ടൻ കുടിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വാവയും കിടത്തി ഉറക്കിയിട്ട് ഞാൻ പെട്ടെന്ന് കഞ്ഞിയൊക്കെ കുടിക്കാൻ കരുതി. കഞ്ഞി ഇങ്ങനെ അച്ചാറും എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചൊരു ലാമ്പ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊക്കെ നല്ല സുഖം ഉറക്കമായി. അവരെ കണ്ടപ്പോഴത്തേക്കും എനിക്കും അങ്ങ് ക്ഷീണം വന്നു, എന്താണെന്നറിയില്ല. അപ്പോൾ കുറേ നാളായി ഉച്ചയ്ക്കൊന്നും ഉറങ്ങിയിട്ട്. അപ്പം ഞാനും അവരുടെ കൂടെ കിടന്ന് ഉറങ്ങട്ടെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ടാറ്റാ.